ഈ കല്ല് കഷ്ണത്തിലാണ് ഇരുമ്പ് മേൽക്കൂരയുള്ള ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൻ്റെ ഒരു ഭാഗം മാസങ്ങളായി താങ്ങി നിർത്തിയിരിക്കുന്നത്. വൈക്കം വലിയ കവലയിൽ തിരക്കേറിയ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൻ്റെ അവസ്ഥയാണിത്. EVR സ്മാരകത്തിന് സമീപം ആശുപത്രി റോഡരികിൽ വലിയ കവലയിലെ പെട്രോൾ പമ്പിന് എതിർവശത്താണ് ഈ അപകടാവസ്ഥയിലായ ബസ് കാത്തിരിപ്പ് കേന്ദ്രമുള്ളത്. മേൽക്കൂരയുടെ ഒരു ഭാഗത്തെ തൂൺ ദ്രവിച്ചു വിട്ടെങ്കിലും പിൻഭാഗം താങ്ങി നിർത്തിയിരിക്കുന്നത് സമീപത്തെ മതിലിലാണ്. മാസങ്ങളായി ഇവിടെ ഈ അപകടാവസ്ഥ ഉണ്ടായിട്ടും നടപടി ഉണ്ടായിട്ടില്ല. സ്കൂൾ വിദ്യാർത്ഥികളടക്കമുള്ള നിരവധി യാത്രക്കാർ ആശ്രയിക്കുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലാണ് ഈ അപകടസ്ഥിതി. കല്ലിൽ താങ്ങി നിർത്തിയിരിക്കുന്ന തൂണിൻ്റെ അപകടസ്ഥിതി അറിയാതെ തൂണിൽ ചാരുന്നവരും പിടിക്കുന്നവരും പലപ്പോഴും മറിഞ്ഞു വീണ് അപകടമുണ്ടാകുന്നതും പതിവായി. ഇരുമ്പ് ഫ്രെയിമിലുള്ള മേൽക്കൂര താഴെ വീണാൽ തലയ്ക്കടുക്കം ഗുരുതര പരിക്കേറ്റ് വലിയ ദുരന്ത സാധ്യതയാണ് ഇവിടെയുള്ളത്. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൻ്റെ മുൻഭാഗത്തെ ഒരു ഭാഗത്തുള്ള പ്രധാന തൂണാണ് ദ്രവിച്ച് വിട്ട നിലയിലുള്ളത്. മറുഭാഗത്തുള്ള 2 തൂണുകളിലും പിൻഭാഗത്തെ മതിലിലും താങ്ങിയാണ് മേൽക്കൂര താഴെ വീഴാതെ നിൽക്കുന്നത്. വലിയ മഴയും കാറ്റുമൊന്നും വേണ്ട, അല്ലാതെ തന്നെ മേൽക്കൂര താഴെ വീഴുന്ന സ്ഥിതിയാണ്. ഒരു ദുരന്തത്തിന് കാത്തിരിക്കാതെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൻ്റെ അപകടാവസ്ഥ ഒഴിവാക്കി സുരക്ഷയൊരുക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യമുയരുന്നത്. ന്യൂസ് ടീം, വൈക്കം വാർത്ത.